ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞു മത്തി വെച്ചിട്ടൊരു പീര വറ്റിച്ചതാണ്. അതിനാദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു ചെറിയ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 10 പച്ചമുളക്, ഒരു 10 ചെറിയ ഉള്ളി, അതും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 3 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. നല്ലതുപോലെ അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരപ്പ് അരച്ചെടുക്കാനുള്ളത്. ഇനി നമുക്ക് മത്തി വറ്റിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. മത്തി വറ്റിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ മത്തി എടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമ്മൾ നുത്തോലി അതും വറ്റിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത്, ഞാൻ ഒരു കുടംപുളി ഒരു 3 കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. അരപ്പൊന്ന് വെന്ത് വരാൻ വേണ്ടിയുള്ള കുറച്ച് വെള്ളം ഇതും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ തക്കാളിയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടു കൊടുക്കും. ഇനി നമ്മുടെ വെളിച്ചെണ്ണയിൽ തക്കാളി കൂടെ ഒന്ന് കിടന്ന് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മത്തി പീര വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു. എന്തായാലും ഞാൻ ഇന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ, നല്ലതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം ആരും മറക്കരുത്, പാത്തൂസ് വണ്ടർവേൾഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം. വ്യക്തമായ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.